ആദരണീയനായ ഉസ്താദ് അവർകളെ, വേദിയിലുള്ള ഹുസൈൻ സഖാഫി ചൊള്ളിക്കോട് ഉസ്താദ്, യൂസഫ് ഹാജി, പി കെ ഫിറോസ്, ആദരണീയനായ ജോൺ ബ്രിട്ടാസ് MP, KP നൗഷാദ് അലി, പ്രിയങ്കരനായ P ഗവാസ്, മറ്റ് വിശിഷ്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ ലോകം മുഴുവൻ, നമ്മുടെ രാജ്യം മുഴുവൻ ഉസ്താദിൻ്റെ ഇടപെടൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിനത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എല്ലാവരും നോക്കുന്നത് 12:30 മണിയായാൽ നിമിഷപ്രിയയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കും, ഭരണകൂടങ്ങൾക്ക് പോലും ബന്ധപ്പെടാൻ സാധിക്കാതെ പോയ ഒരു വേളയിൽ പള്ളി ദർസിൽ നിന്ന് മതവിദ്യാഭ്യാസം നേടി സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന് ഇന്ത്യ മുഴുവൻ ആദരിക്കുന്ന ഒരു മഹാപണ്ഡിതനായി മാറിയ ഉസ്താദ് അവർക്ക് യമനിലെ ഭരണകൂടവുമായി, അവിടുത്തെ നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെടാൻ സാധിച്ചു എന്നുള്ളത്, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഇടപെടാൻ സാധിച്ചു എന്നുള്ളത് ഒരു ചെറിയ കാര്യമായി ഞാനൊന്നും കാണുന്നില്ല. ഇന്നലെ ഇതേക്കുറിച്ച് എഴുതിയപ്പോൾ ചില ആളുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് കണ്ടു, ശരീഅത്ത് പാലിക്കുന്നുണ്ടോ, ശരീഅത്ത് പ്രകാരം ശരിയാണോ എന്നൊക്കെ ചോദിച്ച് പലതരം ചൊറിയൽ കണ്ടു. ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, ആദ്യമായി ഉസ്താദിൻ്റെ സ്ഥാനം എല്ലാവരുടെയും അസൂയയുടെയും അപ്പുറത്താണെന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാൽ തീരുന്ന പ്രശ്നമേ നിലവിലുള്ളൂ എന്നാണ് അവരോട് എപ്പോഴും പറയാനുള്ളത്. അത്ര കണ്ട് ലോകം ശ്രദ്ധിക്കുന്ന ഒരു മഹാപണ്ഡിതനായി ഉസ്താദ് മാറിക്കഴിഞ്ഞു. ഇവിടെ നേരത്തെ സംസാരിച്ച ഹുസൈൻ സഖാഫി ചൊള്ളിക്കോട് ഉസ്താദ് ഈ സ്ഥാപനത്തിൽ ഒരു കാലഘട്ടത്തിൽ മതവിദ്യാഭ്യാസം മാത്രം നേടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഭൗതിക വിദ്യാഭ്യാസം കൂടെ നേടാൻ, ഡിഗ്രി നേടാൻ, PhD നേടാൻ യുവ പ്രതിഭകളെ, പണ്ഡിതന്മാരെ പ്രേരിപ്പിച്ച് അതിന് തുടക്കം കുറിച്ച ആദ്യഘട്ടത്തിൽ തന്നെ ഭൗതിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുകൊണ്ട് PhD നേടിക്കൊണ്ട് പിന്നീട് വളരെ പ്രായമായപ്പോഴാണ് ബ്രിട്ടാസ് സാറെ അദ്ദേഹം അഡ്വക്കേറ്റായിട്ട് മാറിയത്. ഈ പ്രായത്തിലാണ് ഈ സ്ഥാപനത്തിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾക്ക് ഡിഗ്രിയും ഭൗതിക വിദ്യാഭ്യാസവും നേടാൻ പ്രേരണ കൊടുത്തൊരു വ്യക്തിയാണ്. ഇന്ന് നൂറുകണക്കിന് PhD നേടിയ മതപണ്ഡിതന്മാർ, സഖാഫിമാർ, അവസാനം നമ്മുടെ IAS നേടിയ നൂറാനി വരെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളുടെ, ആ വലിയ സേവനങ്ങളുടെ ഒരു ആകത്തുക നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രാധാന്യം 206ഓളം വിദ്യാർത്ഥികൾ ITC നിന്ന് പഠനം പൂർത്തിയാക്കി ഡിഗ്രിയും ഭൗതിക വിദ്യാഭ്യാസവും നേടാൻ പ്രേരണ കൊടുത്തൊരു വ്യക്തിയാണ്. ഇന്ന് നൂറുകണക്കിന് PhD നേടിയ മതപണ്ഡിതന്മാർ, സഖാഫിമാർ, അവസാനം നമ്മുടെ IAS നേടിയ നൂറാനി വരെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന് പറയുമ്പോൾ ഉസ്താദിൻ്റെ പ്രവർത്തനങ്ങളുടെ, ആ വലിയ സേവനങ്ങളുടെ ഒരു ആകത്തുക നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. ഈ സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രാധാന്യം 206ഓളം വിദ്യാർത്ഥികൾ ITC നിന്ന് പഠനം പൂർത്തിയാക്കി വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി നേടിയെന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് അതിനോക്കിലേക്ക് ആയിരക്കണക്കിന് ആളുകളെ, പ്രത്യേകിച്ച് നമ്മുടെ അനാഥശാലയിലെ കുട്ടികളെ ഉസ്താദ് അതിനോക്ക് സ്ഥാപനത്തിലേക്ക് യാത്രയാക്കി അവിടെ ജോലി കൊടുത്തുകൊണ്ട് അങ്ങനെ ആ കുടുംബങ്ങളെയൊക്കെ തന്നെ ഇവിടെ കേവലം അനാഥശാലയിലെ 10ാം ക്ലാസ്സിന് പകരം അവരുടെയൊക്കെ കുടുംബത്തെ സുരക്ഷിതമാക്കിയ വലിയൊരു സ്ഥാപനത്തിലാണ് ഇന്നിവിടെ നിന്ന് അതിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ അതിനേക്കാൾ, ഉസ്താദിൻ്റെ സാന്നിധ്യത്തിൽ സംസാരിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനം ഉയരുകയാണ്. അതുകൊണ്ട് നേരത്തെ ജോൺ ബ്രിട്ടാസ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കാര്യങ്ങൾ വളരെ വിശദീകരിച്ചു. ഒരു കാര്യം ഞാൻ മാത്രം പറയുകയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നത് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധിക്കാത്തവരെയും, ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയാത്തവരെയും സീറ്റ് കിട്ടാത്തവരെയും ഒക്കെ തന്നെ അവസാന പരിഗണനയ്ക്കായി രാജ്യസഭയിൽ അയച്ചിരുന്നുവെങ്കിൽ നാം ഒക്കെ കൊതിച്ചു വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയമായി യോജിക്കാത്ത സംവിധാനത്തിൻ്റെ ആളുകൾ പാർലമെൻറ്റിൽ ഒഴുക്കോടുകൂടി സംസാരിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ശക്തമായൊരു നാവ് അവിടെ വേണ്ടിയിരുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് നാം ഒക്കെ വേദനിച്ച ഒരു സമയത്താണ് ജോൺ ബ്രിട്ടാസിനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയച്ചതും യാതൊരു ഭയവുമില്ലാതെ ധീരതയോടുകൂടി ഡൽഹിയിലെ പാർലമെൻറ്റിൽ, രാജ്യസഭയിൽ നിന്നുകൊണ്ട് എല്ലാവിധ പ്രതിരോധങ്ങളെയും
വെട്ടിമുറിച്ചുകൊണ്ട് എല്ലാ പ്രതിരോധങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെയും ഒരു തരത്തിലും മാനിക്കാതെ നിർലോഭം ധീരമായി ഈ രാജ്യത്തെ മതേതരത്വത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ആ ഗർജിക്കുന്ന നാവ്, ആ വ്യക്തിത്വം ഇന്നിവിടെ വന്നു എന്നുള്ളതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നു. അദ്ദേഹത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുക ചെയ്തുകൊണ്ട് ഈ പരിപാടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എത്തിച്ചേർന്നു. സംസാരിക്കാൻ അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകരോട് ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് നമ്മുടെ സ്ഥാപനം ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.